കാലിന് കടിച്ച് പിന്നെ കഴുത്തിൽ കടിക്കാനുള്ള മുഖത്തൊക്കെ ചാടി കടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അത് നമ്മള് കരുത്തായിട്ട് നിയന്ത്രിച്ചു. 10-11 മണി കഴിഞ്ഞ ഒരു 35-40 പട്ടികളോളം ഈ റോഡിലുണ്ട്. ഞങ്ങളുടെ വീടിന്റെ പരിസരത്തും ഈ സാധനം എവിടെ നിന്നൊക്കെ വരണേന്ന് ഒരു പിടുത്തം കിട്ടണില്ല. ഭയങ്കര പൊരയും ബഹളവും കടിയും ഇതൊക്കെ തന്നെ കിടന്നുറങ്ങാനൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ഈ നാട്ടിലെ പട്ടികൾക്ക് മാത്രമേ വിലയുള്ളൂ. നാട്ടുകാർക്കൊന്നും വിലയില്ലേ, ഞങ്ങൾക്കും വിലയില്ലേ. ഇതിന്റെ അധികാരികൾ ഇതിന് കണ്ണുറക്കാനോ ഒന്നും ചെയ്യണില്ല. പട്ടീനെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കെതിരെ കേസാവും. അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവനാണെങ്കിൽ ഒരു പുല്ല് വില കൽപ്പിച്ചാണ് ഇവിടുത്തെ അധികാരികൾ കണ്ടെത്തുന്നത്. ഇത് ശരി. ഹലോ, ഞാൻ ഷോപ്പ് അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടിട്ട് ഒരു കുറുനരി എന്ന് പറഞ്ഞ സംഗതി വളരെ ഗൗരവമായിട്ട് സമയം ഒരു 10-15 രാത്രി. അപ്പോൾ കടച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലുമ പിടിച്ച് നല്ലതായിട്ട് മുറുക്കി കടിച്ച് ഞാൻ കാല് കുടഞ്ഞ വെക്കുന്ന സാധനമാണ്. പിന്നെ അവനെ കടിച്ചു കഴിഞ്ഞതിന് ശേഷം അത് പോണില്ല. കാരണം അതിൻ്റെ ആ നമ്മുടെ ബ്ലഡിൻ്റെ ആ രുചിയൊക്കെ കിട്ടിയ ശേഷം പോണില്ല. പിന്നെ അതിനായിട്ട് ഞാൻ കുറെ അടിച്ച ശേഷം കമ്പിയെല്ലാം വളഞ്ഞു പോയി. നല്ലൊരു ഇതായിരുന്നു, നല്ല പോരാട്ടമായിരുന്നു. 5 മിനിറ്റോളം കാലിൽ കടിച്ചിട്ട് വിട്ടില്ലായിരുന്നു. കാലിൽ കടിച്ച് വിട്ട് അതിനുശേഷം ഈ സാധനം വീണ്ടും നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ 5 മിനിറ്റോളം നീണ്ടു നിന്ന് ആക്രമണം. ഒറ്റക്കായിരുന്നുള്ളൂ. കടയുടെ ഫ്രണ്ടില് ഒന്ന് ബ്രഷ് കൊണ്ട് അടിച്ചു ആരായിരുന്നു. നമുക്കൊന്നും അങ്ങടെ ഇങ്ങടെ നീങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. അപ്പോൾ ബ്രഷിന്റെ ആ വടി കൊണ്ട് തന്നെ അടിച്ച് കഴിഞ്ഞിട്ടും ഇത് സാധനം പോണില്ല. നമ്മളെ വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പാടുപെട്ടിട്ട് കുറെ ഒരു 5 മിനിറ്റോളം ഞാൻ മാത്രം ഉണ്ടായിരുന്നു. മറ്റു കടക്കാരൊക്കെ അടച്ചു പോയിട്ടുണ്ട്. 2 കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പരിസരത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം തൊട്ടപ്പുറത്തെ കടയിലെ സൗണ്ട് എല്ലാം കേട്ടിട്ടാണ് ഇദ്ദേഹത്തെ സൗണ്ട് കേട്ടിട്ട് ഞാൻ പുറത്തിറങ്ങി. എന്റെ കടയിൽ അപ്പുറത്തെ ജ്യൂസ് കടയിൽ പുറമെ ഞാൻ നോക്കുന്ന സമയത്ത് ഇവരും മറ്റേ കുറുനരിയും കൂടി റോഡിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചെറിയായിരുന്നു. ഇവര് വടികൊണ്ട് അടിക്കുന്നുണ്ട്, പിന്മാറുന്നില്ല. അങ്ങനെ രാത്രി ഞാൻ അടുത്തെത്തുമ്പോഴാണ് കുറുനരി എന്റെ പുറകിലെ കൂടി വരുന്നു. അങ്ങനെ ഞാൻ അടുത്തെത്തുമ്പോഴാണ് ഇവരെ ഒഴിവാക്കിട്ട് എന്റെ പുറകിലേക്ക് കൂടി വന്നത്. കാരണം ഞങ്ങളെല്ലാം പിന്നെ ഇവിടുന്ന് കുറെ ഇന്ത്യക്കാരും അവിടെ ആളെല്ലാം കൂടി കുറെ ശ്രമിച്ചിട്ടാണ് ഇവൻ ഒഴിഞ്ഞു പോയത്. 5-10 മിനിറ്റോളം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാധനം. മറ്റുള്ളവരെ കടിക്കാൻ ആക്രമിക്കാൻ. പക്ഷെ നല്ല പ്രതികരണം കൊടുത്ത് അതിന് നമ്മള് കഴിയണതും അടിച്ച് നമ്മൾ തന്നെ വേറെ ആരാണെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ നല്ല അപകടത്തിൽ പെട്ടാണ്. ഞാൻ ആയതുകൊണ്ട് നന്നായിട്ട് എതിരായിട്ട് നിന്ന് അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റി. റോട്ടിൽ വീണ് അതൊക്കെ ആയിട്ട് നല്ല കാലിന് കടിച്ച് പിന്നെ കഴുത്തിൽ കടിക്കാനുള്ള മുഖത്തൊക്കെ ചാടി കടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അത് നമ്മള് കരുത്തായിട്ട് നിയന്ത്രിച്ചു ആയിട്ട്. വേറെ ആരെങ്കിലും ഒരു സ്ത്രീയോ മറ്റുള്ള ആരെങ്കിലും അത് നന്നായിട്ട് വീണ് പിടിച്ച് ആ നാശമാക്കി കളഞ്ഞാണ്. ആക്രമിച്ച ഭാഗമാണ് ഈ കാണുന്നത്. 2 സൈഡിലും നല്ല മുറിവുകൾ വന്നിരുന്നു. ഇപ്പൊ കുറച്ച് ഇതായി, നല്ല ഇതായിട്ട് നന്നായിട്ട് ആക്രമിച്ചിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. മെഡിക്കൽ കോളേജിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇനിയുണ്ട്. ഇഞ്ചക്ഷൻ ഉണ്ട് എണ്ണം. അത് ഭയങ്കര മാരകമായിട്ടുള്ള ഇതായിരുന്നു. നമ്മൾ ഇതിന് ഒരു നല്ലൊരു പ്രതികരണം വരണം ഗവൺമെന്റ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും. കാരണം കുട്ടികളെ വളരെ സ്കൂളിലേക്ക് പോകണതും സ്കൂൾ വിട്ട് കഴിഞ്ഞ് സന്ധ്യ സമയത്ത് ട്യൂഷൻ പോകണതും പള്ളികൾക്ക് പോകണതും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്കൊക്കെ നല്ല പേടിയാണ് ഇതായൊക്കെയാണ്. മുതിർന്നവർക്കും എല്ലാവർക്കും പ്രശ്നം തന്നെ. അതുകൂടാതെ പ്രളയത്തിന് ശേഷം ഇതുപോലത്തെ ജന്തുക്കളൊക്കെ വളരെ അധികമായിട്ട് വന്നേക്കാണ്. അതിന് ഗവൺമെന്റ് തലത്തിലും എല്ലാ തലത്തിലും നല്ല സ്ട്രോങ് ആയിട്ട് ശ്രമിക്കണം. കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ട്. സ്ത്രീകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വളരെ പേടിക്കണം. സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരൊക്കെ വളരെ ബുദ്ധിമുട്ട്. സാധനങ്ങൾ മേടിക്കാനും പുറത്തേക്കൊക്കെ സന്ധ്യയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ട്. ഈ അവസ്ഥ ആർക്കും ഇല്ലാതിരിക്കാൻ വേണ്ടി നല്ലൊരു പ്രതികരണം വേണം ഗവൺമെന്റ് തലത്തിലും പഞ്ചായത്ത് തലത്തിലൊക്കെ. കടയുടെ ഫ്രണ്ടിൽ ഈ ഭാഗത്ത് നമ്മളെ അടിച്ച് വൃത്തിയാക്കി കൊണ്ട സമയത്താണ് ബാക്കിൽ കട വന്ന് ഇത് നമ്മളെ ആക്രമിച്ചത്. പക്ഷെ ഇത് അറിഞ്ഞിട്ട് പഞ്ചായത്തിന്റെ പല മെമ്പർമാരും അവരൊക്കെ വിളിച്ചു ചോദിച്ച് കാര്യങ്ങളൊക്കെ വിളിച്ചോട്ട് ഇതുവരെ അതിന് പറ്റി ഒരു നടപടികൾ സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. പൂർവ്വസംഘത്തിന് വേറെ ബുദ്ധിമുട്ടുകൾ, ഇതിന്റെ വേറെ ബുദ്ധിമുട്ടുകൾ. ഇതിന് ശേഷം പലരും ഇവിടെ ഇതിനു വേണ്ടി
പലരും കടിച്ചെന്ന് അറിയണത്. ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ പലരുടെ പാനയക്കുളത്തും മറിയപ്പടി ഭാഗത്തൊക്കെ കുറെ ആക്രമണം നടത്തി. ഇതിനൊരു പ്രതികരണം ഗവൺമെന്റ് എടുക്കണില്ല, പഞ്ചായത്തുകാർ എടുക്കണില്ല. ഇതിനൊരു നല്ലൊരു പ്രതികരണം വേണം, എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെ ആയിട്ടുള്ള. പിന്നെ ഇത് രണ്ടുപേരും കൂടിയിട്ട് ഇവിടെ ഒരു ഫൈറ്റിംഗ് നടക്കുന്നു. എന്നെ കാണുന്നതിന് ശേഷമാണ് അവരെ കടിപെട്ടിട്ട് എന്റെ പുറയിലേക്ക് ആ കടയിലേക്ക് ഓടി വന്നത്. അപ്പൊ ഇത് പഞ്ചായത്തും ഗവൺമെന്റും കൂടി അങ്ങനൊരു തീരുമാനം ഉണ്ടാക്കിയത്. ഇനി ഇവരെ കടിച്ച് അവരിപ്പോ കടയിലേക്ക് സ്ത്രീകളൊക്കെ വരുന്നല്ലേ, സ്ത്രീകളും കുട്ടികളൊക്കെ വരുന്നല്ലേ, സ്കൂള് വിട്ട് പോണ കുട്ടികൾ അവരൊക്കെ തിരിച്ച് കടിച്ചാൽ എന്തായാലും മോട്ട് കടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതിനൊരു എന്തായാലും ഒരു നടപടി ഇറങ്ങിയിട്ട് നാട്ടുകാരും പ്രധാനമന്ത്രി എടുത്തിട്ട് ഇത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാക്കണതിന്. നമ്മള് മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാവണം. മൃഗങ്ങളെ കൊണ്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാവണം. മൃഗങ്ങളുടെ ജീവന് വിലയുള്ളതാണ് പറയുന്നത്. മൃഗങ്ങളുടെ ജീവന് വിലയുള്ളൂ, മനുഷ്യന്റെ ജീവനില്ല. അവസ്ഥ എല്ലാം കൊണ്ടും എല്ലാ കാര്യം കൊണ്ടും പല ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് മനുഷ്യന്മാർക്ക്. അതിന് സർക്കാർ തലത്തില് ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു നടപടി എടുക്കണം. പഞ്ചായത്ത് കെയർ ഓഫിലായിട്ട് അതിനെ വിളിച്ചു കൂട്ടി അവള് ചർച്ച ചെയ്യുകയും അതിനെപ്പറ്റി ഒരു പരിഹാരം കാണുകയും വേണം. വളരെ ചെറിയ ഞാനായോണ്ട് ഇത്രയും വന്നുള്ളൂ. ആരും കുറച്ച് ഉള്ളവർക്കാണെങ്കിൽ പ്രായമുള്ളവരെ കുട്ടികളൊക്കെ ആണെങ്കിൽ ആകെ ഇത് വളരെ ബുദ്ധിമുട്ട് ആയി കളഞ്ഞാണ്. ഇത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി വൈകുന്നേരം ബുദ്ധിമുട്ട്. ഇപ്പൊ തന്നെ ഇവിടെ വലിപ്പംപടി പാനയക്കുളം ഭാഗം വല്യപ്പന്റെ പഠിക്കുക യൂസഫ് കോളേജ് ഭാഗത്തെല്ലാം ഇന്ന് കഴിഞ്ഞ ദിവസം നാളുകളിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് ബാബു, യൂസഫ് കോളേജ് വല്യപ്പമ്പടിക്ക് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പട്ടിശല്യം ഭയങ്കരമാണ്. കാര്യം ഒരു പേപ്പട്ടി ഇറങ്ങി ഇവിടെ ആകെ എല്ലാവർക്കും ഭീതി വരുത്തുകയും പിള്ളേർക്ക് പോലും പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വരെ ആയി തീർന്നു. അത് ഞങ്ങളിവിടെ കൂടി നിന്നപ്പോൾ ഇതിന്റെ കാര്യം പറഞ്ഞു ഇവിടെ നിന്നപ്പോൾ തന്നെ ഈ ചേട്ടന് പേപ്പട്ടി സൈഡിൽ നിന്ന് വന്ന് അദ്ദേഹത്തിന്റെ കാലിൽ കടിച്ച് സമയം ഒരു 6:30 വൈകിട്ട് ഒരു 6:30 സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഈ സാധനം ഞങ്ങളിവിടെ ഈ ഓട്ടോയുടെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ ഈ പട്ടി വന്ന് കടിച്ച്. എൻ്റെ പേര് ആന്റണി എന്നാണ്. ഞങ്ങൾ ഇതുപോലെ വലിപ്പം പഠിക്കുക വർത്തമാനം പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പട്ടി വന്നത് കണ്ടില്ല. പക്ഷേ ഇടയക്കൂടി കയറി അവിടെ കടിച്ചു. ഇടയക്കൂടി കയറി കടിക്കാറുണ്ട്. കാലിന് നല്ല മുറിവും പറ്റിയിട്ടുണ്ട്. പിന്നെ കാലിന് ഇപ്പം നീരും വെച്ചിട്ടുണ്ട്. അതിന് തന്നെ ഫസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോയത്. പിന്നെ വീണ്ടും ഇന്ന് രണ്ടാമത്തെ എടുക്കാൻ വേണ്ടിയിട്ട് ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി രണ്ടാമത്തെ എടുത്തായിരുന്നു. ഈ പട്ടിക്ക് എന്താ സംഭവിച്ചത്? അതല്ലേ. വേറെ പിന്നെ അടുത്ത് ഉപദ്രവിച്ചെന്ന് തോന്നല്ലേ? വേറെ ഈ മേഖലയിൽ രാത്രി ആയി കഴിഞ്ഞാൽ കിടന്നുറങ്ങാനൊരു നിവൃത്തിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-11 മണി കഴിഞ്ഞാൽ ഒരു 35-40 പട്ടികളോളം ഈ റോഡിലുണ്ട്. ഞങ്ങളുടെ വീടിന്റെ പരിസരത്തും ഈ സാധനം എവിടെ നിന്നൊക്കെ വരണേന്ന് ഒരു പിടുത്തം കിട്ടണില്ല. ഭയങ്കര പൊരയും ബഹളവും കടിയും ഇതൊക്കെ തന്നെ ആയിട്ട് കിടന്നുറങ്ങാനൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ഇതിന് ഒരു ആളുകൾ ഇതിനെക്കുറിച്ച് ഒരു പരാതിപ്പെടാനോ ഇതിന്റെ അധികാരികൾ ഇതിന് കണ്ണുറക്കാനോ ഒന്നും ചെയ്യണില്ല. പട്ടീനെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കെതിരെ കേസാവും. അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവനാണെങ്കിൽ ഒരു പുല്ല് വില കൽപ്പിച്ചാണ് ഇവിടുത്തെ അധികാരികൾ കണ്ടെത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കി ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് ശരിക്കും ഇതായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ശരിക്കും ഇത് കണ്ണു തുറന്നത് പ്രവർത്തിക്കണം. അല്ലാന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഒരാളെ ഇതുപോലെ തന്നെ കുറുക്കൻ കടിച്ച് അദ്ദേഹത്തെ പരിക്കേൽപ്പിക്കുകയുണ്ടായി. ഒരു മാളിമ്പീടിയ സ്റ്റോഴ്സിലെ ആ ഇക്കനെ കുറുക്കൻ കടിച്ച് നല്ല പരിക്കേൽപ്പിക്കുകയുണ്ടായി. ഈ പ്രളയത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ മൃഗങ്ങളിങ്ങനെ കയറി ഇങ്ങനെ ആക്രമിക്കാനും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയത്. കാര്യം ഇവിടെ സ്കൂള് തന്നെ അടുത്തുള്ള സ്ഥലമാണ്. പിള്ളേരൊക്കെ എപ്പോഴും ഇവിടെ കൂടി യാത്ര ചെയ്യണതും ഒറ്റയ്ക്ക് പോണതും ഒക്കെയാണ്. പിള്ളേർക്ക് തന്നെ ശരിക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു ഭീതി വരുത്തുന്ന ഒരു അന്തരീക്ഷമായിട്ട് ഇവിടെ മാറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പഞ്ചായത്തിലെ അധികാരികൾ ഇത് ശരിക്കും കണ്ണു തുറന്ന് ഇത് കണ്ട് ഇവിടുത്തെ വാർഡിൽ പ്രവർത്തിക്കുന്ന മെമ്പർമാരും ഒക്കെ ഇതിന് ഒരു നടപടിയെടുത്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നും ആണ് ഞങ്ങളുടെ അഭിപ്രായം. വലിപ്പമ്പടി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ വലിപ്പമ്പടിക്ക് നിന്നപ്പോൾ ഈ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൻറ്റിയുടെ പെട്ടെന്ന് സന്ധ്യ സമയത്ത് 6:30 ആയിട്ട് ഇട്ടുണ്ട്. അപ്പോഴും ഒരു പട്ടി പുറയുന്ന ഒന്ന് കടിച്ച് ആകെ കയറി. പട്ടികളെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട് പ്രദേശം. പട്ടികൾ എന്ന് പറഞ്ഞാൽ രാവും പകലും പട്ടികളുടെ ശല്യം തന്നെയാണ്.
പഞ്ചായത്ത് അധികാരികളുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞ് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും ഇതിന് ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല. പിന്നെ ബന്ധപ്പെട്ട സർക്കാരും ഇതിൻ്റെ അത് കാര്യമായ ഗൗരവത്തിലെടുക്കണം. ഈ നാട്ടിലെ പട്ടികൾക്ക് മാത്രമേ വിലയുള്ളൂ. നാട്ടുകാർക്കൊന്നും വിലയില്ലേ, ഞങ്ങൾക്കും വിലയില്ലേ. ജഡ്ജി വിധി പറയുന്ന ജഡ്ജിക്കും അല്ലെങ്കിൽ നേതാക്കന്മാർക്കും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അവർക്കുള്ള വില സാധാരണക്കാർക്ക് ഇപ്പോൾ വിലയില്ലേ. ഈ ഇദ്ദേഹം പണിക്ക് പോയിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച ആയി, ഇനി 6 മാസം റെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അതിനും അദ്ദേഹത്തിൻ്റെ കുടുംബം ജീവിക്കണ്ടേ കേട്ടത്. അതിനുശേഷം പണിക്ക് പോകാൻ പറ്റുള്ള ഇനി 6 മാസം റെസ്റ്റ് ചെയ്യണമെന്ന് പറയണേ. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം പഞ്ചായത്ത് ഏരിയ, പഞ്ചായത്ത് കമ്മിറ്റി. പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ പട്ടി ഇതിപ്പോൾ ഒരു പട്ടിയല്ല, അനേക പട്ടികൾ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ഇടുന്ന് നടക്കണ്ട്. അതിപ്പോൾ ഏത് പട്ടിയാണ് കടിച്ചതെന്ന് അറിയില്ല. ആ പട്ടി വേറെ പട്ടികളെ കടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും പേ ഉണ്ടാവും. ഇപ്പം ആ പട്ടി ചത്തു എന്ന് പറയുന്നത്. പട്ടി ഈ മേഖലയിൽ ഒരു 7ഓളം പേരെ ഇത് ആക്രമിച്ച് കടിച്ച്, ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിനെ കടിച്ചു. സ്കൂളിന്റെ പേര് സെറ്റിൽമെന്റ് LP സ്കൂളിലെ ടീച്ചറിനെ കടിച്ചു. അത് പ്രകാരം സ്കൂൾ അവധിയായിരുന്നു. സെറ്റിൽമെന്റ് LP സ്കൂളും ഹൈസ്കൂളും 2 സ്കൂളിലെയും LP സ്കൂളിലെ ടീച്ചറെ കടിച്ചു. അത് കഴിഞ്ഞ് സെറ്റിൽമെന്റ് മേളിലത്തെ സ്കൂളിലെ കുട്ടികളെ കടിച്ചു. അത് പ്രകാരം ഒരു 2 ദിവസം സ്കൂൾ അവധിയായിരുന്നു. ഇവിടെ ഒരു പിള്ളേർക്ക് ഇപ്പം തന്നെ ഒരു കൊച്ചു ഇവിടെ വന്ന് ആകെ പേടിച്ചാണ് നിന്നത്. ഒന്ന് വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. കാര്യം പിള്ളേർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കായി കാര്യങ്ങൾ. ഇത് ഭയങ്കര ശല്യമാണ്. നമ്മളിത് നിസ്സാരം പോലെ പറയണ ഒരു കാര്യമല്ല. നല്ല രീതിയിൽ ഇതിൻ്റെ ശല്യം സഹിക്കാൻ പറ്റാതെ ഇത് കൂട്ടത്തോടെ വന്ന് ആക്രമിക്കണ രീതിയിലായി. രാത്രിയായി കാലങ്ങളായി കഴിഞ്ഞാൽ ഇതുങ്ങളുടെ ഒരു കൂട്ടായ ആക്രമണമാണ് ഇവിടെ ഉണ്ടാവുന്നത്. പല ആളുകളും റോഡിൽ കൂടി പോണവർ തന്നെ ബൈക്ക് ഇങ്ങനെ വട്ടം വെച്ച് അവർ വീഴുകയും ഞങ്ങളിതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജീവന് തന്നെ അപായമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് അത്രയും കാര്യങ്ങൾ ഇവിടെ സംഭവിക്കേണ്ടത്. ഇത് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താതെ ഇത് നമുക്ക് ഇവിടെ ജീവിക്കാൻ തന്നെ ഭയമായി മാറിയൊക്കെയാണ്. ഇദ്ദേഹത്തെ കടിച്ചിട്ട് ഇദ്ദേഹത്തിന് ഇനിയിപ്പോൾ 1 മാസത്തോളം 1-2 മാസത്തോളം ജോലിക്ക് പോകാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. പെയിൻറ്റിങ് തൊഴിലാളിയാണ് അവർ. ഡെയിലി ഇതിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആളുകളുടെ ഉപജീവന മാർഗത്തിന് വരെ തടസ്സമായിക്കൊണ്ട് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം സാധ്യതയാണ്. ഇത് രൂക്ഷമാവാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1-2 അല്ല. ഇതൊരു 100 പട്ടികൾ ഈ മേഖലയിൽ മാത്രമേ ഇത്ര അധികം പട്ടികളുള്ളൂ. സത്യം പറഞ്ഞാൽ അതാണ് കാര്യം. എന്ന് പറഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്.